താരാട്ടും കാലം മൂളും താരം കാതോർക്കും. എന്താ എന്തു പറ്റി ശീലേ? തമ്പിയേട്ടാ, അവരോ? ആരുടെ കാര്യം നീ പറയുന്നേ? തമ്പിയേട്ടാ, സന്ദീപും ദേവൂട്ടിയും അവരൊരുമിച്ചു. അവരൊരുമിച്ചെന്നോ? ആ. നീ എന്തൊക്കെയോ സ്വപ്നം കണ്ടതായിരിക്കും. അല്ല. അവൻ ഇവിടെയും അവൾ ഔട്ട് ഹൗസിലല്ലേ? അല്ല, ഞാൻ കണ്ടതാ. അവനെ ദേവൂട്ടിയുടെ അടുത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടതാ. വാ, നമുക്ക് പോയി നോക്കാം. എന്റെ സ്ത്രീകളെ, അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇനിയിപ്പോ അവൻ അങ്ങനെ ശ്രമിച്ചാൽ പോലും ദേവൂട്ടി നിന്നെ ഭയന്ന് അവനെ സ്വീകരിക്കുകയില്ല. 41 ദിവസം കഴിയുന്നവരെ അവള് ആ ഔട്ട് ഹൗസിൽ തനിച്ച് തന്നെയായിരിക്കും. തമ്പിയേട്ട, അല്ല, ഞാൻ കണ്ടതല്ലേ. നമുക്കൊന്ന് പോയി നോക്കണം. വാ വാ. ഇനിയിപ്പോ താൻ ചാടിത്തുള്ളി ചെന്ന് പരിശോധനയ്ക്കൊന്നും നിൽക്കണ്ട. വീടിനകത്തെയും പുറത്തെയും CCTV എന്റെ ഫോണിൽ കണക്റ്റഡാ. നമുക്ക് അതിൽ നോക്കിയാ പോരെ? നോക്ക്. കണ്ടോ? അവനെ മുകളിലത്തെ ഹോളിൽ തന്നെ കിടക്കുക. ദേവൂട്ടി കിടക്കുന്ന ഔട്ട് ഹൗസ് അടഞ്ഞു തന്നെ കിടക്കുന്നു. നോക്ക്, കണ്ണു തുറന്നു നോക്ക്. അവനെ ലൈവ് കണ്ടിട്ട് നിനക്ക് സംശയം മാറിയില്ലേ? പിന്നെ എന്തിനാവോ അങ്ങനെ ഒരു സ്വപ്നം കാണേണ്ടി വന്നത്? താൻ എപ്പോഴും അവന്റെ അവളുടെയും കാര്യം ചിന്തിച്ചിരിക്കുന്നോണ്ടാ ആവശ്യമില്ലാത്തൊക്കെ സ്വപ്നം കാണുന്നത്. ഇനിയെങ്കിലും കുറച്ചേറെ സമാധാനമായിട്ട് കിടക്കാൻ നോക്ക്. തൊഴുതോളും. അമ്മേ, നമ്മുടെ തറവാട്ട് വക ക്ഷേത്രം മോളേത്. സാക്ഷാൽ മൂകാംബിക അമ്മയുടെ ദേവാംശം തന്നെയാ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും. സുകുമാരിയമ്മയോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം തിരുമേനി. ഇതാരാ? ഇങ്ങനൊരാളെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇത് സന്ദീപ് വിവാഹം ചെയ്ത കുട്ടിയാ. സന്ദീപിന്റെ കല്യാണം കഴിഞ്ഞോ? എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഇവിടെ ആരും അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു കേട്ടില്ല. എന്തായാലും ഒരില ചോറ് നഷ്ടമായി. കല്യാണം അങ്ങനെ വിപുലമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തിരുമേനി. മൂകാംബിക അമ്മയുടെ മുന്നിൽ വെച്ച് ഒരു താലികെട്ട്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ഇനി 41 ദിവസം കഴിഞ്ഞ് സന്ദീപിന്റെയും ദേവൂട്ടിയുടെയും കല്യാണം വിപുലമായി നടത്താനാ ഞങ്ങളുടെ തീരുമാനം. അതിന് ഉറപ്പായിട്ടും തിരുമേനിക്ക് ക്ഷണം ഉണ്ടാവും. അതേതായാലും നന്നായി. എന്താ കുട്ടിയുടെ പേര്? എവിടെയാ സ്ഥലം?
എന്താ? മോൾക്ക് സംസാരശേഷിയില്ല. അയ്യോ, അത് ശരി. എങ്കിൽ പ്രദക്ഷിണം വെച്ച് വന്നോളൂ. വാ മോളെ. ദേ നോക്ക്, ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല, നടക്കുമ്പോ മുടന്തുണ്ട്. അപ്പൊ വെറുതെ അല്ല ശ്രീകലമ്മ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചു പോയത്. കുട്ടിയൊന്ന് നടന്നേ. ഹ, ഒന്ന് നടക്കൂന്നേ. നിനക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ കാലിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ആന്റിക്ക് എന്തോ ഒരു സംശയം പോലെ. ഏയ്, ഒന്നുമില്ല. അപ്പ വെറുതെ അല്ല ശ്യാമലി മോളോട് നടക്കുമ്പോ പ്രശ്നമുണ്ടോ, സംസാരിക്കാൻ പറ്റോ എന്നൊക്കെ അവര് ചോദിച്ചത്. ഉം. ആ, എന്തായാലും രണ്ടും ഉള്ളതിൽ തന്നെ കിട്ടിയല്ലോ മരുമോളായിട്ട്. ഇതൊരവസരമാണ്. നമുക്ക് രണ്ടുപേർക്ക് നേരിട്ട് പോയി ശ്രീകലയെയും ഭർത്താവിനെയും നമ്മുടെ മോളുടെ കല്യാണത്തിന് ക്ഷണിച്ചാലോ? ആ വേണം വേണം. എന്നിട്ട് വേണം അവരോട് എനിക്ക് രണ്ടു വാക്ക് പറയാൻ. വാ. എന്താ ശ്രീകലെ ഒരു പരിചയമില്ലാത്ത പോലെ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞങ്ങളോടൊന്നും ഇരിക്കാൻ പോലും പറയുന്നില്ലല്ലോ. അയ്യോ, സോറി കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോ. ഇരിക്കൂ. തമ്പിച്ചേട്ടനല്ലേ ഇവിടെ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. തമ്പിയേട്ടാ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ അല്പം തിരക്കില്ല. ആ രാജീവ്,